മുള്ളേരിയയിൽ യുവാക്കളെ തടഞ്ഞു നിർത്തി വധിക്കാൻ ശ്രമിച്ച കേസിൽ 8 പേരെ ആദൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കബഡി ടൂർണമെന്റിനിടെയുണ്ടായ തർക്കമാണ് അക്രമത്തിന് പിന്നിലെന്ന് പോലീസ് പറയുന്നു. ഡ്രീം ഫ്ലവർ IVF സെന്റർ കേരളത്തിലാദ്യമായി AI എംബ്രിയോസ്കോപ്പി സാങ്കേതികവിദ്യയിലൂടെ വന്ധ്യതാ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിച്ച 14 വർഷത്തെ പാരമ്പര്യം, 10,000-ലധികം പുഞ്ചിരികൾക്ക് സാക്ഷ്യം വഹിച്ച മികവ്. ഇപ്പോൾ വെറും 60+ മെഡിസിൻ IVF പാക്കേജ് ഡ്രീം ഫ്ലവറിൽ മാത്രം. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കാസർഗോഡ്. മുള്ളേരിയയിൽ യുവാക്കളെ തടഞ്ഞു നിർത്തി വധിക്കാൻ ശ്രമിച്ച കേസിൽ 8 പേരെ ആദൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കാറടുക്ക ഗ്രാമത്തിലെ മുള്ളേരിയ മദീന ഹോട്ടലിന് മുൻവശത്ത് വെച്ച് കഴിഞ്ഞ ഏപ്രിൽ 3 രാത്രി 10:30-യോടെയാണ് സംഭവം നടന്നത്. കേസിൽ കണ്ടാലറിയാവുന്ന 30ഓളം പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കബഡി ടൂർണമെന്റിനിടെയുണ്ടായ തർക്കമാണ് അക്രമത്തിന് പിന്നിലെന്ന് പോലീസ് പറയുന്നു. ഫെബ്രുവരി 28-ന് നടന്ന കബഡി മത്സരത്തിനിടെയുണ്ടായ അടിപിടി തടയാൻ ശ്രമിച്ചതിലുള്ള വിരോധമാണ് പ്രതികളെ അക്രമത്തിന് പ്രേരിപ്പിച്ചത്. പരാതിക്കാരനെയും 2 സുഹൃത്തുക്കളെയും തടഞ്ഞു നിർത്തിയ സംഘം മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു. 1-ാം പ്രതി പരാതിക്കാരനെ കത്തികൊണ്ട് കുത്താൻ ശ്രമിച്ചെങ്കിലും ഇയാൾ ഒഴിഞ്ഞുമാറിയതിനാൽ വലിയ അപകടം ഒഴിവായി. മറ്റു പ്രതികൾ ഇരുമ്പുവടികളും മരത്തടികളും ഉപയോഗിച്ച് യുവാക്കളെ ക്രൂരമായി മർദ്ദിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തു. മർദ്ദനത്തിൽ യുവാക്കൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിതയിലെ വധശ്രമം, അന്യായമായി സംഘം ചേരൽ, മാരകായുധങ്ങൾ ഉപയോഗിച്ചുള്ള മർദ്ദനം തുടങ്ങിയ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ആദൂർ പോലീസ് ക്രൈം നമ്പർ 103/2026 കേസ് രജിസ്റ്റർ ചെയ്തത്. ആദൂർ സ്വദേശികളായ താജുദ്ദീൻ, അബ്ദുൾ സത്താർ, അബ്ബാസ് ഫൈസൽ, മുഹമ്മദ് സുറാഖത്ത്, മുഹമ്മദ് ആഷിഖ്, അബ്ദുൾ റഹിമാൻ, മുഹമ്മദ് ആഷിഫ് എന്നീ പ്രതികളെ സബ് ഇൻസ്പെക്ടർ ജോൺ MS-ന്റെ നേതൃത്വത്തിൽ മാർച്ച് 23-ന് രാവിലെയാണ് പിടികൂടിയത്. കാസർഗോഡ് JFCM കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ഏപ്രിൽ 6 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.